163 ദിവസം നമ്മൾ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയ ചില കപ്പലുകളുടെ അടിസ്ഥാനത്തിൽ സ്പോട്ടിംഗ് ദ പോർട്ട് ചില പോർട്ടുകൾ ഇടയ്ക്ക് പരിചയപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഒരു പോർട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പോർട്ട്, ചബഹാർ, ഇറാനിലെ ചബഹാർ പോർട്ട്. ആ പോർട്ടിൽ പോകുന്ന ഒരു കപ്പൽ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയി. ചൈനയിലെ ഷുഹായ് എന്ന് പറയുന്ന പോർട്ടിൽ നിന്ന് നമ്മുടെ മുമ്പിലൂടെ ഇറാനിലെ ചബഹാർ എന്ന് പറയുന്ന പോർട്ടിലോട്ട് പോയ ബെ നവാസ് എന്ന് പറയുന്ന കപ്പലാണ്. നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഇറാനിലെത്താൻ 1443 നോട്ടിക്കൽ മൈൽ കൂടിയുണ്ട്. അപ്പോൾ എത്ര അകലത്തിലാണ് നമ്മുടെ ഈ പോർട്ടുകൾ, ഈ രാജ്യങ്ങൾ എന്ന് നമുക്ക് ഈ കണക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. മാത്രമല്ല, ഇത്തരം പോർട്ടുകൾ നാളെ വിഴിഞ്ഞത്ത് നിന്ന് കയറ്റുമതി ഇറക്കുമതി സാധ്യതകളുള്ള രാജ്യങ്ങളും പോർട്ടുകളുമാണ്. അവിടെ ഒരു പാതയുണ്ട്, ഒരു പ്രധാനപ്പെട്ട കപ്പൽ, കടൽ, റെയിൽ, റോഡ് കണക്ടിവിറ്റിയുള്ള ഒരു പഴയ പാത. 2016 മുതൽ ഇന്ത്യ ഇറാനുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഫൈനലൈസ് ചെയ്തിരിക്കുന്ന ഒരു പദ്ധതിയാണ് ചബഹാർ പോർട്ട്. ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യ നടത്തുന്ന ഏക പദ്ധതിയാണ്. അഫ്ഗാനിസ്ഥാനിലോട്ട് പോകാനുള്ള ഒരു പാതയാണ് ഇതിലൂടെ ഇന്ത്യക്ക് തെളിഞ്ഞു കിട്ടുന്നത്. അഫ്ഗാനിസ്ഥാൻ മാത്രമല്ല, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, അർമേനിയ, അസർബൈജാൻ, റഷ്യ, സെൻട്രൽ ഏഷ്യ ആൻഡ് യൂറോപ്പ്, ആ വഴിയൊക്കെ യൂറോപ്പിലോട്ട് പോകാൻ പറ്റുന്ന ഒരു പാതയാണ് ഈ ഇറാനുമായിട്ട് ഇന്ത്യ നെഗോഷിയേറ്റ് ചെയ്ത് ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം $85 മില്യൺ ഇന്ത്യ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സ്ട്രാറ്റജിക്കലി ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഈ ചബഹാർ പോർട്ടിലോട്ട് പോകുന്നതിലൂടെ നമ്മുടെ ചരക്കുകൾ അവിടെ എത്തിയാൽ എങ്ങോട്ടൊക്കെ കൊണ്ടുപോകാം. സെലികമൻട്രിയുടെ പ്രേക്ഷകർ ഇതുമൊക്കെ പഠിക്കണം. നമുക്ക് ഏതൊക്കെ രാജ്യങ്ങളിലോട്ടാണ് നമ്മുടെ മുമ്പിലൂടെ കപ്പലുകൾ പോകുന്നത്, നാളെ ഈ കപ്പലുകൾ വിഴിഞ്ഞത്ത് വന്നാൽ എന്തൊക്കെ വ്യാപാര സാധ്യതകളുണ്ട്. ഈ ചബഹാർ പോർട്ടിനെ കുറിച്ച് പറയുന്നത്, ലൊക്കേറ്റഡ് ഇൻ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രൊവിൻസ് on the energy-rich Iran's southern coast, the Chabahar port is being developed by India and Iran to boost connectivity and trade ties. സെൻട്രൽ ഏഷ്യയിലോട്ട് പോകാൻ പറ്റുന്ന ഒരു പാതയാണ് ഇറാൻ ഈ പോർട്ടിലൂടെ ഇന്ത്യക്ക് നൽകുന്നത്. ഇന്ത്യയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഇറാനും ഓപ്പറേറ്റ് ചെയ്യും. അങ്ങനെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇൻ്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്, INSTC. The INSTC is a 7,200 kilometer long multi-mode transport project for moving freight among India, Iran, Afghanistan, Armenia, Azerbaijan, Russia, Central Asia and Europe. ഇത്രയും രാജ്യങ്ങളിലോട്ട് ഇന്ത്യയിൽ നിന്ന് ചരക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് തിരിച്ച് ഇന്ത്യയിലോട്ട് മാത്രമല്ല സൗത്ത് ഏഷ്യയിലോട്ട് ചരക്ക് കൊണ്ടുവരാനും കഴിയുന്ന ഒരു കോറിഡോറാണ് 7200 കിലോമീറ്ററോളം വരുന്ന ഈ പാത. അപ്പോൾ നമ്മൾ ഇന്നലെ വരെ ഇതൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല, കണക്ക് കൂട്ടിയിട്ടില്ല എങ്കിൽ ഇനി മുതൽ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ഇത്തരം രാജ്യങ്ങൾ, ഇത്തരം പോർട്ടുകൾ, പ്രത്യേകിച്ച് ഇന്ത്യക്ക് സ്വാധീനമുള്ള പോർട്ടുകൾ, അതാണ് ചബഹാർ പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇനി പഠിക്കണം. ഇന്ത്യ വിൽ ഇൻവെസ്റ്റ് $85 മില്യൺ ആൻഡ് ഓപ്പറേറ്റ് 10 years. ആ പോർട്ടിൻ്റെ പേര് ഷഹീദ് ബഹഷ്ടി പോർട്ട് എന്നാണ്. ചബഹാർ പോർട്ട് എന്ന് പൊതുവെ അറിയപ്പെടുമെങ്കിലും ആ പോർട്ടിനും ടെർമിനലിനും ഇങ്ങനെ ഒരു പേരുണ്ട്. അപ്പോൾ പുതിയ നമ്മളൊരു പാതയെക്കുറിച്ച് ഇപ്പോൾ സൗദി അറേബ്യ, UAE തുടങ്ങിയ ഹൈഫ പോർട്ട്, യൂറോപ്പിലോട്ട് പോകുന്നൊരു പാതയെക്കുറിച്ച് ഇപ്പോൾ പറയുന്നുണ്ടെങ്കിൽ ഇത് 10 വർഷം മുമ്പ് 2016 ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകദേശം തുടങ്ങി. ഇപ്പോൾ 2024 ആകുമ്പോഴും പൂർണ്ണമായ തോതിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല. അവിടുത്തെ ക്രെയിനുകളൊക്കെ വാങ്ങുന്ന വാർത്തകൾ ഇടയ്ക്ക് വായിക്കാൻ കഴിഞ്ഞിരുന്നു. ഇന്നിപ്പോൾ ഈ ബഹ്നവാസ് എന്ന് പറയുന്ന കപ്പൽ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോയതുകൊണ്ടാണ് ഈ ഒരു പോർട്ടിനെ കുറിച്ച് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കണമെന്ന് തോന്നിയത്. സ്പോട്ടിംഗ് ദ പോർട്ടിൽ രണ്ടാമത്തെ പോർട്ട് വിഴിഞ്ഞത്തിന് മറ്റൊരു സാധ്യത നൽകുന്ന ആഫ്രിക്കയിലെ ടാൻസാനിയയിലെ ദാറസലാം പോർട്ടാണ്. അവിടെ പോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ചില ടെർമിനലുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് അദാനി ഗ്രൂപ്പാണ്. അത് അവിടുത്തെ മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കിയിട്ടുണ്ട്.
നമുക്കറിയാം, വിഴിഞ്ഞത്ത് നിന്ന് സഞ്ചരിച്ച് ഇപ്പോൾ കപ്പൽപാത ആഫ്രിക്ക ചുറ്റിയാണ് പോകുന്നത്. ആഫ്രിക്കയുടെ കിഴക്കൻ തീരങ്ങൾ ചുറ്റി, സൗത്ത് ആഫ്രിക്ക ചുറ്റിയാണ് ഇപ്പോൾ യൂറോപ്പിലോട്ട് കപ്പലുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു കപ്പൽ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട ഹുണ്ടായി സിംഗപ്പൂർ എന്ന് പറയുന്ന കപ്പലിനെ നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ പല കപ്പലുകളും ഇപ്പോൾ ആഫ്രിക്ക ചുറ്റിയാണ് പോകുന്നത്. അപ്പോൾ ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്തുള്ള ദാറുസലാം, ടാൻസാനിയയിലെ ദാറുസലാം പോർട്ടിനെ കുറിച്ച് അദാനി ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് അവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യൻ ഫേം അദാനി ഇന്റർനാഷണൽ പോർട്ട് ഹോൾഡിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, owned by billionaire Gautam Adani, is expanding its business interest in the Dar es Salaam port by acquiring Tanzania International Container Terminal Services Limited, TICS, through a subsidiary. അദാനി ഗ്രൂപ്പിൻ്റെ ഒരു സബ്സിഡിയറി കമ്പനി വഴി ടാൻസാനിയയിലെ ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ സർവീസസിനെ ഏറ്റെടുക്കുകയാണ്. അതിലൂടെ അവിടുത്തെ പോർട്ടിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് അദാനി ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം. തീർച്ചയായിട്ടും ഈ ഗ്ലോബൽ പെർസ്പെക്റ്റീവിൽ അദാനി ഗ്രൂപ്പ് വളരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വിയറ്റ്നാം, ശ്രീലങ്ക, ടാൻസാനിയ, ഹൈഫ, ഇസ്രായേലിലെ ഹൈഫ ഇങ്ങനെ വളരുകയാണ് അവർ. ആഗോളതലത്തിൽ വളരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ടാൻസാനിയയിലെ ദാറുസലാം പോർട്ട് ഏറ്റെടുക്കുന്നത്. അങ്ങനെ അവിടെയുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരം, ലോകം മുഴുവൻ പോർട്ടുകൾ തമ്മിൽ മത്സരമുണ്ട്, രാജ്യങ്ങൾ തമ്മിൽ മത്സരമുണ്ട്. ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ പോർട്ടും കടലും കപ്പലുകളും ഒക്കെ മാറ്റിയെടുക്കണമെന്നാണ് ഓരോ രാജ്യവും ആഗ്രഹിക്കുന്നത്. നമ്മളൊഴിച്ച്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. മറ്റു രാജ്യങ്ങൾ എവിടെ നിന്നെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്ന് അവരവരുടെ പോർട്ടും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ വളർത്തി. ഇനിയൊരു റിപ്പോർട്ട് കൊണ്ടുവരാം, കടലില്ലാത്ത എത്യോപ്യ എങ്ങനെയാണ് അവരുടെ വ്യാപാരത്തിന് വേണ്ടി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് എന്നുള്ള റിപ്പോർട്ട് കൊണ്ടുവരാം. ഇവിടെ ഈ പറയുന്ന തരത്തിൽ അയൽ രാജ്യങ്ങളുമായി മത്സരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവിടുത്തെ ഗവൺമെൻറ്, ടാൻസാനിയ ഗവൺമെൻറ് പറയുന്നു. ദ ഗവൺമെൻറ് ഹാസ് ബീൻ ഓൺ എ മൂവ് ടു ഇംപ്രൂവ് എഫിഷ്യൻസി അറ്റ് ദ പോർട്ട് ബിസിനസ് ഇൻ ദി കൺട്രി as a way to maximize their significant contribution to the economy and compete against other gateways such as the port of Mombasa. കെനിയയിലെ പോർട്ടാണ് മുംബാസ. തൊട്ടടുത്ത രാജ്യമാണ് കെനിയ. മുംബാസയിലോട്ട് ഒരുപാട് ട്രാഫിക് പോകുന്നത് തിരിച്ചിങ്ങോട്ട് ദാറുസലാം, ഒരു ദാർ എന്നാണ് ആ പോർട്ടിനെ കുറിച്ച് ചുരുക്കത്തിൽ പറയുന്നത്, ദാർ പോർട്ടിലോട്ട് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ഗവൺമെൻറ് വളരെ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ കൊണ്ടുവരുന്നത്. അദാനിയെ പോലുള്ള പോർട്ട് ഓപ്പറേറ്റർമാരിൽ ഒരാൾ അവിടെ DP വേൾഡ് പ്രവർത്തിക്കുന്നുണ്ട്. അതിന് പുറമെയാണ് അദാനിയും ചില ടെർമിനലുകൾ ഏറ്റെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അവരുടെ പോർട്ട് വികസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ഈ വർഷം അവസാനം പോർട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഡയറക്റ്റ് ആഫ്രിക്കയിലോട്ട് വെസൽസ് ഉണ്ടാവും. അതിലൂടെ നമ്മുടെ കയറ്റുമതി, നമ്മുടെ ഇറക്കുമതി എങ്ങനെ നമുക്ക് ഫലവത്താക്കി എടുക്കാം എന്ന് സെലിംഗമിൻട്രിയുടെ പ്രേക്ഷകർ പ്രത്യേകം പഠിക്കണമെന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലൂടെ അഭ്യർത്ഥനയായി മുന്നോട്ട് വയ്ക്കുന്നത്. മൂന്നാമത്തെ ഒരു പോർട്ട് കണ്ടെത്തിയത് പേരുകളുടെ സാമ്യം കൊണ്ടാണ്. നമ്മുടെ വിഴിഞ്ഞം പോർട്ട് വിദേശികൾ ഉച്ചരിക്കാൻ പാടുപെടുന്നത്, വിദേശികൾ പോട്ടെ, നമ്മുടെ ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ സുഹൃത്തുക്കൾ ഉച്ചരിക്കാൻ പാടുപെടുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇവിടെ അതിന് സമാനമായ ഒരു പോർട്ട് നെതർലൻഡ്സിലാണ്. പോർട്ടിൻ്റെ പേര് വ്ലെസിംഗൻ എന്നാണ്. നമ്മളെങ്ങനെ പറയുന്നത്, അവരെങ്ങനെയാണ് ഉച്ചരിക്കുന്നത്, അവരെങ്ങനെ കേൾക്കുന്നു എന്നറിയില്ല. വ്ലെസിംഗ് എന്നാണ്. സ്പെല്ലിങ്ങും ഏകദേശം വിഴിഞ്ഞവുമായി ഒരു സാമ്യമുണ്ട്. VLISSINGEN. അങ്ങനെ ഒരു പോർട്ട് അവിചാരിതമായി കപ്പലുകൾ ട്രാക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ കാണാനിടയായി. വളരെ പഴയ പോർട്ടാണ്. ഹാർബർ ഫോർ ഷിപ്സ് ഓഫ് ദ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലം അറിയാമല്ലോ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനികളുടെ ഷിപ്പുകൾക്ക് ഹാർബർ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ കപ്പലാണ്. ഇൻ 17th century, വ്ലെസിംഗർ വാസ് എ മെയിൻ ഹാർബർ ഫോർ ഷിപ്സ് ഓഫ് ദി ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. നെതർലൻഡ്സിലെ സീലാൻഡ് പ്രോവിൻസിലാണ് ഈ പോർട്ട്. ആ സീലാൻഡ് അന്വേഷിച്ചപ്പോഴാണ് ഈ സീലാൻഡിലുള്ള ഒരാളാണ് നമ്മുടെ ന്യൂസിലാൻഡ് കണ്ടെത്തിയത്. അങ്ങനെയാണ് ന്യൂസിലൻഡിൻ്റെ പേര് വന്നതെന്നാണ് മനസ്സിലായത്. ഓരോ വിചിത്രമായ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയുന്നു. നോർത്ത് സീയിൽ 17 മീറ്റർ ഡ്രാഫ്റ്റ് ഉണ്ട്. നമ്മളെപ്പോലെ തന്നെ വലിയ ഡ്രാഫ്റ്റുള്ള പോർട്ടാണ്. അറ്റ് എ ടൈമിൽ 135 വെസൽസ് അതിനകത്തുണ്ടായിരുന്നു. ട്രാക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് 135 പലതരം വെസൽസ്,
ഫിഷിംഗ് വെസലും യാച്ചസും നമ്മുടെ സഞ്ചാരികളുടെ ഇതും ഒക്കെയായിട്ട് 135 വെസൽസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ പോർട്ടാണ്, പക്ഷെ നമ്മളിതുവരെയും കേട്ടിട്ടില്ല. റോട്ടർഡാമും ആംസ്റ്റർഡാം പോർട്ടൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അവരുടെ തന്നെയാണ് വ്ലിസിംഗൻ. ആ ഒരു പോർട്ടാണ് ഇന്നത്തെ മൂന്നാമത്തെ സ്പോട്ടിംഗ് ദ പോർട്ടിൽ അവതരിപ്പിക്കുന്നത്. സൈനിങ് ഓഫ്, എലിയാസ് ജോൺ.